പലപ്പോഴും ഇതിൽ ചർച്ച ചെയ്തതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കോൺഗ്രസിന്റെ ബാർഗെയിനിങ് പവർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിഷയമുണ്ട്. സ്വാഭാവികമായിട്ടും അത് മറ്റ് പാർട്ടികളും ആവശ്യപ്പെട്ടത് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് പല സംസ്ഥാനങ്ങളിലും. അത് കോൺഗ്രസ് കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുന്നു എന്ന് വേണ്ടേ കണക്കാക്കാൻ. ഈ 2019 421 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 255 സീറ്റുകളിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് ആ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച, അത് ഏത് രീതിയിലാണ് നടത്തുക എന്നുകൂടെ ഉറ്റുനോക്കണം. ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ആ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് 255 സീറ്റുകൾ മാത്രം തനിച്ച് മത്സരിക്കുക എന്നൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. പ്രധാനമായിട്ട് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, കേരളം, കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലാണ് ഈ 255 സീറ്റും കോൺഗ്രസ് കണ്ടുവച്ചിരിക്കുന്നത് തനിച്ച് മത്സരിക്കാൻ. അതേസമയം പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, അതിലെ ഈ സംസ്ഥാനങ്ങളിലെ ഒരു 100ഓളം സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മത്സരിക്കാനുള്ള നീക്കമാണ് എന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ നടക്കുന്നു. അതായത് മനു ഭരത്, UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരെ ഇന്ത്യ മുന്നണിയിൽ ഒരു പരമാവധി വിട്ടുവീഴ്ചയാകാം എന്നുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും സീറ്റ് കുറച്ച് മതി, അല്ലെങ്കിൽ അത്രയും ബാർഗെയിനിങ് പവർ കോൺഗ്രസിന്റെ കുറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു വെർഷൻ കൂടെ ഉണ്ട് അല്ലേ? അല്ല, സ്വാഭാവികമായും കോൺഗ്രസ് അവർക്ക് അവരുടെ മുന്നിലുള്ള കണക്കുകളുണ്ടല്ലോ. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നമുക്ക് എടുക്കാം, 80 ലോക്സഭാ സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നാമമാത്രമാണ്. ഒരു സീറ്റാണ് അവിടെ ഉള്ളത്. 62 സീറ്റിലാണ് BJP ജയിച്ചിരിക്കുന്നത്. BSP 10 സീറ്റുകളിൽ ജയിച്ചിരിക്കുന്നു. SP 5 സീറ്റുകളിലും ആണ് ജയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും സാഹചര്യം മറ്റൊന്നല്ല. അവിടെ 48 സീറ്റുകളിൽ ഒരെണ്ണമേ ഉള്ളൂ. 23 സീറ്റ് BJPയുടെ കയ്യിലാണ്. മറ്റുള്ളവർ എന്ന നിലയിൽ ശിവസേന 18ഉം NCP 4ഉം ഒക്കെ സീറ്റ് അവിടെ നേടിയിരിക്കുന്നു. ഇനി പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണെങ്കിലും അവിടെയും 42 സീറ്റുകളിൽ 18 സീറ്റ് അവിടെ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റുകളും ജയിക്കാൻ കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒരു സീറ്റാണ്. മധ്യപ്രദേശിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യമാണ്. അവിടെയും ഒരു സീറ്റാണ്. 28 സീറ്റ് BJPക്കാണ് അവിടെ കഴിഞ്ഞ തവണ ജയിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനി പിന്നെ കർണാടകത്തിൽ വരുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വ്യത്യസ്തമാണ്. ഒരുപക്ഷെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടാനായ ആ വിജയം കർണാടകയിൽ ആവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് ഒരു സീറ്റാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നാണ് കോൺഗ്രസ് ഒരു മാറ്റം വലിയ തോതിൽ വരേണ്ടതുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അവരുടെ 15 സ്ഥാനാർത്ഥികൾ ജയിച്ചു. UDFലെ ബാക്കി 3 പേരും കൂടി ജയിച്ചു. 4 പേർ ജയിച്ചു. അതിലൊരാളിപ്പോൾ LDFലേക്ക് പോവുകയും ചെയ്തു. ഏതായാലും ഇതാണ് അവിടുത്തെ ഒരു പൊതു സാഹചര്യം. ആസാമിൽ 3 സീറ്റാണ്. അങ്ങനെ ഈ ഒരു വലിയ ചെറിയ മാറ്റം എന്നത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു ആധിപത്യം വരുന്നു. ആം ആദ്മി പാർട്ടി പിന്നെ എങ്ങനെ പ്രതികരിക്കും എന്നതൊരു വലിയ വിഷയമാണ്. കാരണം ഈ 5 അസംബ്ലി മണ്ഡലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയുമായൊന്നും വലിയ സഖ്യത്തിന് തയ്യാറായിട്ടില്ല. പഞ്ചാബിലും ഡൽഹിയിലും എന്ത് വിട്ടുവീഴ്ചകൾക്ക് ആം ആദ്മി പാർട്ടി തയ്യാറാകും എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. ഈ വെസ്റ്റ് ബംഗാളിൽ അധീർ രഞ്ജൻ ചൗധരിക്ക് ഏറെക്കുറെ അത് വ്യക്തമായി 2 സീറ്റ് അവിടെ പിന്നെ കൊടുക്കാൻ നിർവാഹമുള്ളൂ എന്ന നിലയിലാണ് അവിടുത്തെ ഒരു സാഹചര്യം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പലയിടങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി ആ വിട്ടുവീഴ്ചകളിലേക്ക് കടക്കുമ്പോൾ എന്തുകൊണ്ട് ആ വിട്ടുവീഴ്ചകളിലേക്ക് കോൺഗ്രസിന് കടക്കേണ്ടി വന്നൊരു ചോദ്യമുണ്ട്. അത് 2019 കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുടെ എണ്ണം എടുക്കണം. 421 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 52 സീറ്റിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. 2014 464 സീറ്റുകളിലാണ് മത്സരിച്ചത്. അന്ന് ജയിച്ചത് 44 സീറ്റിൽ മാത്രം. 2 തവണയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പദവിക്കുള്ള അംഗബലം നേടാൻ കോൺഗ്രസിന് 2 തവണയും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് കോയിൽ പോകുന്നു. ആ സ്റ്റാറ്റസ് കോ അല്ല, അതിൽ മോശമായ രീതിയിലേക്ക് ഓരോ തെരഞ്ഞെടുപ്പ് വരുന്നോറും കോൺഗ്രസിന് ബാർഗെയിനിങ് പവർ കുറയുന്നു എന്നുള്ള വിഷയം. മറ്റത് ഈ പറഞ്ഞ പോലെ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള തർക്കം, അതാണ് അടുത്ത ഒരു സെഗ്മെന്റ് ആയിട്ട് വരുന്നത്. അത് ഇന്ത്യ മുന്നണി എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യാനിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോഴും സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. അതൊരു വലിയ കടമ്പയാണ്. അതെങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
മഹാരാഷ്ട്രയിലെ ശിവസേന ഉദ്ധവ് വിഭാഗമുണ്ട്, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുണ്ട്. ഇതൊക്കെ വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസിനോട് തയ്യാറാകില്ല എന്നുള്ളൊരു പൊതുവികാരം പലപ്പോഴും അത് യോഗത്തിൽ ഉയർന്ന വിഷയമാണ്. UP-യിൽ സമാജ്വാദി പാർട്ടി, അത് പിന്നെ ബംഗാളും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇതൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ മനു, ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്ന വിഷയം ഈ പറഞ്ഞു നിർത്തുന്നത് തന്നെ ഞാൻ ഒരല്പം കൂടി ഇലാബറേറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. സീറ്റ് വിഭജനം എന്നുള്ള ആ ഒരു കീറാമുട്ടി, അത് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് വളരെ ജനറലായിട്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ട്. കോൺഗ്രസിന് അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ കഴിയും? ഈ പറഞ്ഞ പോലെ എല്ലാ വിട്ടുവീഴ്ചയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായി വരുന്നു എന്നൊരു വികാരം, ഒരു പൊതുവികാരം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു സാധ്യതയില്ല. അല്ല, സ്വാഭാവികമായും അതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. കാരണം പ്രാദേശിക ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ വലിയ വിട്ടുവീഴ്ചകളുടെ ആവശ്യമില്ല. അതാത് പ്രദേശങ്ങളിൽ ജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഉള്ളവരാണ്. ഇപ്പോൾ കോൺഗ്രസ് 2019 ലോക്സഭാ ഇതിൽ 421 സീറ്റുകളിലാണ് മത്സരിച്ചത്. ആ ഒടുവിലെത്തിയത് വിജയിക്കാൻ കഴിഞ്ഞത് 52 സീറ്റുകളിലാണ്. അവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ബീഹാറിൽ ഇപ്പോൾ അവർ 9 സീറ്റുകളിൽ മത്സരിച്ചു. അതിൽ 7, അതേപോലെ തന്നെ ജാർഖണ്ഡിൽ 7 സീറ്റുകളിൽ മത്സരിച്ചു. കർണാടകയിൽ 28 സീറ്റിൽ 21 മത്സരിച്ചത്. അതേപോലെ മഹാരാഷ്ട്രയിൽ 48 അന്ന് സഖ്യമുണ്ടായപ്പോഴും 25 സീറ്റുകളിൽ കോൺഗ്രസ്സാണ് മത്സരിച്ചത്. തമിഴ്നാട്ടിൽ 9, ഉത്തർപ്രദേശിൽ അത് 70 സീറ്റിലും കോൺഗ്രസ്സാണ് മത്സരിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വൻ സംസ്ഥാനങ്ങളിൽ ഭീമമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശും അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മഹാരാഷ്ട്രയും ബീഹാറും തുടങ്ങിയ മേഖലകളിൽ പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ വലിയ ഒരു എണ്ണം നിയമസഭ വലിയ സംഖ്യ ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന് കാര്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ജയിക്കാനാകില്ല എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഒരുപക്ഷെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അത് എവിടെ ഉത്തരേന്ത്യയിൽ അത് എന്തുമാത്രം മാറ്റമുണ്ടാക്കി എന്നത് ഇപ്പം എന്തായാലും പ്രവചിക്കാൻ കഴിയില്ല. ഇനി ഭാരത് ന്യായ് യാത്ര കൂടി കടന്നുപോയതിനു ശേഷം നമുക്കതിലേക്ക് വരാം. ഏതായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വേണമെങ്കിൽ നില മെച്ചപ്പെടുത്താം എന്നത് ഒരു പ്രത്യാശയായി നിലനിൽക്കുന്നു. കാരണം കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിൻ്റെ കർണാടകയിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ഗുജറാത്തിൽ പോലുള്ള സംസ്ഥാനങ്ങളിൽ 26 BJP എടുക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ ത്രിപുര അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസ്സിന് കുറെ കൂടി അങ്ങനെയൊക്കെ അവിടെ മാത്രമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഇല്ലാത്തതാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെലങ്കാന, കർണാടക, അതുപോലെ ഈ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ സഖ്യങ്ങൾ വിജയിപ്പിക്കുക, കേരളത്തിൽ പരമാവധി ആളുകളെ ജയിപ്പിച്ചെടുക്കുക, മാത്രമല്ല ഈ പരാജയപ്പെട്ടു പോയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറെ കൂടെ കരുത്താർജിക്കുക, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഒരു മുന്നണി ബന്ധം കൊണ്ട് ശക്തിപ്പെടുത്തുക എന്നൊക്കെയുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു മാനിഫെസ്റ്റോ എന്നത് വലിയ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാനിഫെസ്റ്റോ കമ്മിറ്റി യോഗം ചേരുകയും അത് സംബന്ധിച്ച് പി ചിദംബരം ചില തീരുമാനങ്ങൾ ഒന്നും ആയില്ല, അതിനെപ്പറ്റിയുള്ള ആലോചനകൾ വരുന്നേ ഉള്ളൂ എന്നാണ് വ്യക്തമായത്. അപ്പോൾ സ്വാഭാവികമായും ഒരു കോമൺ പൊതു മിനിമം പരിപാടി ഉണ്ടാക്കുക, എന്നിട്ട് ഈ മുന്നണിയെ കൂടുതൽ ബലപ്പെടുത്താനുള്ള അതിൻ്റെ ഒരു പ്രധാന ദൗത്യം അത് കോൺഗ്രസിൽ മുകളിൽ തന്നെയാണ് നിക്ഷിപ്തമായി വരികയും ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി നമ്മൾ ഈ പറഞ്ഞു വരുന്നത് സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, അത് ഓരോ ഘട്ടമായിട്ട് നമ്മൾ പരിശോധിച്ച് വരികയാണ്. അല്പം കൂടെ നേരത്തെ മനുഭരത് വ്യക്തമായി പറഞ്ഞതാണ്. അതിനെ കുറച്ചും കൂടെ വിശദമാക്കിക്കൊണ്ട് നമുക്ക് ആദ്യം പശ്ചിമ ബംഗാളിലേക്ക് വേണം പോകാൻ. പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? അത് പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൽ കൃത്യമായ രീതിയിൽ ഒരു പ്രതിസന്ധി നടക്കുന്നു. വെവ്വേറെ മത്സരിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, ഇടതുമുന്നണി കോൺഗ്രസ്, ഇതാണിപ്പോൾ ബംഗാളിൽ ഉള്ളത്. അപ്പോൾ ഇടതുമുന്നണിയും കോൺഗ്രസും പലതവണ തൃണമൂലിനെതിരെ മുൻപ് ഒരുമിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യമായ ഒരു ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മമതാ ബാനർജി മുൻ കോൺഗ്രസ്സുകാരിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസുമായി സഖ്യത്തിന് സാധ്യതകൾ കൽപ്പിക്കാം. പക്ഷേ കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവ്
അധീർ രഞ്ജൻ ചൗധരി ബംഗാളിൽ നിന്ന് മമതയുടെ ബദ്ധശത്രുവായി കണക്കാക്കുന്ന ഒരാൾ ഇപ്പോൾ ബംഗാളിലെ മുഖ്യപ്രതിപക്ഷമായ BJPയെ നേരിടുന്നതിലും അതിരൂക്ഷമായിട്ടാണ് അധീർ രഞ്ജൻ ചൗധരി തൃണമൂൽ നേതാക്കൾക്കെതിരെ പ്രതികരിക്കാറ് തന്നെയുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നം അതേത് രീതിയിൽ പരിഹരിക്കും, എങ്ങനെയാണ് ആ സഖ്യ സാധ്യതകൾ എന്നുള്ളൊരു വിഷയം ഒരു വശത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു വിധത്തിലും ചേരാൻ സാധ്യതയില്ലാത്തവരാണ് തൃണമൂലും ഇടത് പാർട്ടികളും എന്ന് പറയുന്ന ഒരു പ്രശ്നവുമുണ്ട്. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെ ആ ഒരു വലിയ ചരിത്രം അതവിടെ നിൽക്കുന്നു. ഇത് ആരുമായിട്ടും സഖ്യത്തിന് തയ്യാറാണ് എന്ന് മമതാ യോഗത്തിന് മുൻപായിട്ട് അഭിപ്രായം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സഖ്യ നീക്കം മമത മുന്നോട്ട് വെച്ചാലും ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിനായിട്ട് പൊരുതുന്ന ഇടത് പാർട്ടികളുണ്ട്. അതിൽ CPM ഉണ്ട്, CPI ഉണ്ട്, RSP ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. അവരുടെ ഇടത് മുന്നണി മമതയെ അംഗീകരിക്കുന്നത് അത്ര എളുപ്പമാവില്ല. അതിൻ്റെ ഇടയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ 6 സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെടുകയും 2-ൽ കൂടുതൽ കൊടുക്കുകയില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് ഒരു നിലപാട് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. മനു ഭരത്, ഇത് ഒരിക്കലും ചേർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു 3 ധ്രുവങ്ങൾ അതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചത്. ഒരു പക്ഷേ കേരളം നമുക്കറിയുന്ന വിഷയമാണ്, അത് അല്പം കൂടെ പ്ലെയിനും വ്യക്തവുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിലും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ പശ്ചിമ ബംഗാളിലുണ്ട്. അപ്പോഴും ഈ സഖ്യ സാധ്യത എന്നുള്ള കേരളത്തിൽ നമുക്കതൊരു സഖ്യ സാധ്യതയുടെ ഒരു ചർച്ചകളും എവിടെയും നടക്കാത്തത് കൊണ്ട് അത് വിഷയമായി വരുന്നില്ല. ഇത് സഖ്യ സാധ്യത എന്നുള്ളൊരു സജഷനൊക്കെ മമതയുടെ ഭാഗത്തു നിന്ന് വരിക, അത് തന്നെ മമത ഒരുപക്ഷെ വെറുതെ പറഞ്ഞതാണ്, ആ രീതിയിൽ പറഞ്ഞതല്ല എന്നുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. എത്രത്തോളം വലിയ കീറാമുട്ടിയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ? അവരുടെ ഇവിടെ മമതാ ബാനർജി ഒരു കിങ് മേക്കർ റോളിൽ, ഒരു ക്യൂൺ എന്ന നിലയിലാണ് മമതാ ബാനർജി ഈ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്. അപ്പോൾ മമതാ ബാനർജി ആരെ രാജാവായി പ്രഖ്യാപിക്കുന്നു എന്നത് മമതാ ബാനർജി ഇട്ടുനോക്കും. പക്ഷേ ആര് രാജാവായാലും രണ്ടാമത്തെ ആൾ താനായിരിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് മമതാ ബാനർജി ഈ നീക്കം എന്നത് വളരെ വ്യക്തമാണ്. മമതാ ബാനർജിയെ പോലുള്ളവർ പലരും കോൺഗ്രസ് വിട്ടുപോയത് ഈ കുടുംബവാഴ്ചയും കുടുംബാധിപത്യത്തെയൊക്കെ അന്ന് പരസ്യമായി വെല്ലുവിളിച്ചാണ്. PS സാങ്മ ആയാലും അങ്ങനെ കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള ശരത് പവാർ ആയാലും ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പൊതു ആരോപണം അത് ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ രാജവാഴ്ച പോലെ മാറി മാറി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇവർക്കാർക്കും വീണ്ടും രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും കാലം ഉണ്ടാക്കിയ ഈ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ വെറും വാക്കായി പോയി എന്ന് ആളുകൾ ഇവരോട് പറയും. കാരണം നിങ്ങളിത് PS സാങ്മയൊക്കെ ഇത് വിട്ടുപോയതിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. സ്വാഭാവികമായും അങ്ങനെയൊക്കെയുള്ള ആളുകൾ പാർട്ടി വിടുമ്പോൾ പിന്നെ NCP ഉണ്ടാകുന്നൊരു സാഹചര്യം, ശരത് പവാറിനെ പോലുള്ളവർ വിട്ടുപോകുന്നതൊക്കെ ഒരു സാഹചര്യം നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഈ ആധിപത്യത്തിനെതിരെ നിലപാടെടുത്താണ്. സ്വാഭാവികമായും പിന്നീട് രാഹുൽ ഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രഖ്യാപിച്ചാൽ പിന്നെ ഇവർ വിട്ടുപോയതിന് എന്തിന് എന്നൊരു ചോദ്യം അവിടെ വളരെ ശക്തമായി വരികയോ ഒക്കെ ചെയ്യും. ഏതായാലും അതിനെയൊക്കെ മറികടക്കുക എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഒരു ദളിത് നേതാവ് എന്ന നിലയിൽ ഉള്ള ഒരിതും കുറച്ച് ഇരുത്തം വന്ന നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയൊക്കെ നോക്കിയാൽ നമുക്കറിയാം കാര്യങ്ങളെ കുറെ കൂടെ അപഗ്രഥിച്ച് വിലയിരുത്തുന്ന നടത്തൽ ഒക്കെ ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്കൊരു സീസൺഡായ വളരെ കരുത്തരായ ഒരു രാഷ്ട്രീയ നേതാവിനെ അവതരിപ്പിക്കുക എന്നതാണ് അവർ വയ്ക്കുന്നത്. ഏതായാലും ഈ മുന്നണി ഏതെങ്കിലും ഘട്ടത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മമതാ ബാനർജിക്ക് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായും അതിൻ്റെ രണ്ടാമത്തെ ആളായി ഈ കിങ് മേക്കറായി മമതാ ബാനർജി നിൽക്കുമ്പോൾ തന്നെ ഒരു ക്യൂണായി തനിക്ക് നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു നിലപാട് മമതാ ബാനർജിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കരുത്ത് അവിടെ നിലനിർത്തണമെങ്കിൽ പശ്ചിമ ബംഗാളിൽ പരമാവധി സീറ്റുകളിൽ ജയിച്ചു കയറാൻ മമതാ ബാനർജിക്ക് കഴിയണം. അതുകൊണ്ടാണ് സ്വാഭാവികമായും വലിയ വിട്ടുവീഴ്ചകൾക്ക് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തയ്യാറാകാതിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ കാരണം അവിടെ 1-2 സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാം എന്നതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ നഷ്ടങ്ങൾ സഹിക്കാൻ മമതാ ബാനർജിക്ക് കഴിയില്ല. കോൺഗ്രസിൻ്റെ പിന്നെ നേതാവ് സംശയം ചോദിക്കുന്നത് ആ സഖ്യ സാധ്യതയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ മമതയുടെ ആ ഒരു പ്രസ്താവനയുണ്ട്. അത് പല രീതിയിലാണ് അതിനെതിരെ വിമർശനങ്ങൾ വന്നത്. അത് മമത കൃത്യമായി അതല്ല ഉദ്ദേശിച്ചത് എന്നടക്കമുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടതു മുന്നണിയും ആയിട്ട് ചേർന്ന് പോകാനുള്ള തുലവും വിരളമായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നീക്കം മമതയുടെ ഭാഗത്ത് നിന്ന് സജഷൻ വരാൻ എന്തായിരിക്കും? അല്ല, സ്വാഭാവികമായി നമുക്കറിയില്ല, പശ്ചിമ ബംഗാളിൽ 22 മമതാ ബാനർജി കഴിഞ്ഞ തവണ ശക്തമായ ആധിപത്യം ഉണ്ടായത്. അത് മെച്ചപ്പെടുത്തുക എന്നതാണ് മമതാ ബാനർജി സ്വാഭാവികമായി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഈ 22 സീറ്റിൽ നിന്ന് ഏതായാലും ആ ജയിച്ച 22 സീറ്റുകൾ അവർക്ക് ഇത്തവണയും മത്സരിക്കാൻ
ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായി കിട്ടുമല്ലോ. സ്വാഭാവികമായി സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് വേണം എന്ന് അവർക്ക് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ പാർട്ടിക്ക് നൽകണം എന്ന് ആവശ്യപ്പെടാം. അവിടെ പിന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യാം. പിന്നെ വരുന്ന ഈ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള 2 സീറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ 18 സീറ്റ് BJPയുടെയാണ്. അവിടെ ആര് മത്സരിക്കണം എന്ന കാര്യത്തിൽ ഒരു വാദം ഉയരുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് 2-ൽ കൂടുതൽ സീറ്റ് കൊടുക്കില്ല എന്ന് മമതാ ബാനർജി പറയുമ്പോൾ അതിൻ്റെ സിംഹഭാഗവും, അതായത് ഈ 18 സീറ്റിൻ്റെ BJPക്കെതിരെ മത്സരിക്കേണ്ട 18ഇടത്തും അതിൻ്റെ സിംഹഭാഗവും മമതാ ബാനർജിക്ക് തന്നെ കിട്ടും എന്നതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ ഈ UPA സർക്കാർ ഉണ്ടാക്കിയ പോലെ തന്നെ ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കുന്നൊരു ഘട്ടം വരുമ്പോൾ അതിലെ ഒരു രണ്ടാമത്തെ ആളായി വരാൻ, അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനാണ് എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ മമതാ ബാനർജിക്ക് കഴിയുന്നു. അപ്പോൾ രണ്ടാമതാകാൻ മമതാ ബാനർജി നിൽക്കുന്നു, ഒന്നാമതാകാൻ നിതീഷ് കുമാർ നിൽക്കുന്നു. ഇവിടെ അങ്ങനെ ഈ രാഷ്ട്രീയമായ ചില നാടകങ്ങൾ, അന്തർനാടകങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നു എന്നതാണ് ഇതിലെ രസകരമായ കാര്യം. അപ്പോൾ BJP മറുവശത്ത് വലിയ ആവേശത്തോടുകൂടി, കോൺഫിഡൻസോടുകൂടി മോദിക്ക ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനവുമൊക്കെ ആയി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിലുള്ളത് ഈ വിട്ടുവീഴ്ചകളല്ലാതെ ഒരു കാര്യവുമില്ല. അപ്പോൾ സ്വാഭാവികമായും പശ്ചിമ ബംഗാളിൽ അധീരഞ്ജൻ ചൗധരിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ 2 സീറ്റിൽ കൂടുതൽ ഒരുപക്ഷെ അവർ ഉള്ളിൽ നിന്ന് വരുന്ന വിവരങ്ങളനുസരിച്ച് അവർ 6 സീറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും 4 സീറ്റിലെങ്കിലും അവർക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കും എന്നതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അത് മമതാ ബാനർജി എത്ര കണ്ട് അംഗീകരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയം. പശ്ചിമ ബംഗാളിലെ ഇടത് മുന്നണിയുടെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ നിലനിൽപ്പിനായിട്ട് പൊരുതുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് തന്നെ ഒരു സഖ്യമാണ്. CPI ഉണ്ട്, CPM ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, RSP ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തൃണമൂലിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായി ഉണ്ടാക്കുന്ന വിഷയം, അണികൾക്കിടയിൽ അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം, ഇതൊക്കെയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ കേരളത്തിലെ ഒരു വിഷയം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു അലയൻസിന്റെ സാധ്യത നമുക്ക് തെരഞ്ഞെടുപ്പിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുണ്ട്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇടത് മുന്നണി ഏത് രീതിയിൽ അത് ഫേസ് ചെയ്യുന്നുണ്ട്? സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ഈ അലയൻസിന്റെ വലിയ ഒരുപക്ഷെ അപ്പോസ്തലന്മാർ എന്ന രീതിയിൽ തന്നെ വിളിക്കാവുന്ന ഒരു പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പോലും ഇത് ഏത് രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ ഇടതു മുന്നണിയുടെ ഒരു വെർഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇനി ഇടതു മുന്നണിക്ക് ജയിക്കണമെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ പിന്തുണ വളരെ ശക്തമായ ആവശ്യമുണ്ട്. കോൺഗ്രസിന് സാന്നിധ്യം ശക്തമായുള്ള സ്ഥലങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വന്നാൽ അവർ തമ്മിലുള്ള ഒരു നീക്കുപോക്കിൻ്റെ ഭാഗമായി ഒരുപക്ഷെ കൂടുതൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. പലയിടങ്ങളിലും അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ 3-ാം സ്ഥാനത്താണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പലയിടത്തെ പ്രകടനം വളരെ ഖേദകരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി ഇടതുമുന്നണിക്ക് മുന്നോട്ട് വരണമെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അവരുടെ കൂടുതൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കണമെങ്കിൽ അവർക്ക് മറ്റ് മുന്നണിയിലെ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ കഴിയില്ല. അപ്പോൾ അതിൽ എത്രമാത്രം വിജയിക്കാൻ കഴിയും എന്നത് ഒരു വശത്ത്. പക്ഷേ മമതാ ബാനർജി ഇവിടെ കണക്ക് കൂട്ടുന്നത് ഇതിൻ്റെ എല്ലാം കൂടി ആകത്തുക തൃണമൂൽ കോൺഗ്രസിന് കിട്ടും എന്നതാണ്. കാരണം സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ പിന്നെ CPMന് വോട്ട് ചെയ്യില്ല, CPMകാർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ മൊത്തത്തിൽ ആകത്തുക നേട്ടമുണ്ടാക്കാൻ കഴിയുക പശ്ചിമ ബംഗാളിൽ കൂടുതൽ കരുത്തുള്ള തനിക്കാണ് എന്ന മമതാ ബാനർജിയുടെ കണക്കുകൂട്ടലാണ് ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഒരു പ്രധാന ഹേതുവായി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് മമതാ ബാനർജിയുടെ ഈ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന ആവശ്യവും അതിന് അരവിന്ദ് കെജ്രിവാൾ അതിന് പിന്തുണ കൊടുക്കുന്നതും ഒക്കെ ആ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി വേണം നമ്മൾ വിലയിരുത്താൻ. തീർച്ചയായിട്ടും നമ്മൾ സീറ്റ് വിഭജനം ഏത് രീതിയിൽ കീറാമുട്ടിയാകുന്നു എന്നുള്ള വിഷയം തന്നെ പറഞ്ഞു നിൽക്കുമ്പോൾ പശ്ചിമ ബംഗാളിനെ കുറിച്ചാണ് വിശദമായി വ്യക്തമായി പ്രതിപാദിച്ചത്. ഇനി